ഹായ് ഹലോ അസ്സാം വലൈക്കും. എല്ലാവർക്കും ലവ് കുക്കിങ്ങിലേക്ക് സ്വാഗതം. അപാര ടേസ്റ്റിലുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. രാവിലെ ഉണ്ടാക്കി വെച്ച് രാത്രി വരെ കഴിക്കാനും അതേ സോഫ്റ്റിലും ടേസ്റ്റിലും ആയിട്ടുള്ള ഒരു കോംബോയാണിത്. കറി ഉണ്ടാക്കാനായിട്ട് 1 കപ്പ് കടല തലേദിവസം രാത്രി കുതിർത്ത് വെച്ചത് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1 ഉരുളക്കിഴങ്ങ് ഇതുപോലെ കഷണങ്ങളാക്കിയതും 1 കപ്പ് വെള്ളവും 1 ടീസ്പൂൺ ഉപ്പും ചേർത്ത് 5-6 വിസിൽ വരെ ഒന്ന് വേവിച്ചെടുക്കാം. വെന്ത് വരുന്ന സമയം കൊണ്ട് അരപ്പ് തയ്യാറാക്കാനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്ത് 1/2 ടീസ്പൂൺ വലിയ ജീരകവും 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചതും 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചതും ചേർത്ത് കൊടുക്കാം. 1 സവാള ചെറുതായി അരിഞ്ഞതും ചേർത്ത് ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഒരു തക്കാളി അരിഞ്ഞതും 4 പച്ചമുളക് അരിഞ്ഞതും ചേർത്ത് നന്നായി ഒന്നുകൂടി വഴറ്റിയെടുക്കണം. ഇനി 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 3/4 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾ പൊടിയും ചേർത്ത് ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. പച്ചമണമൊക്കെ മാറി വന്ന് എണ്ണയൊക്കെ തെളിഞ്ഞു വന്നതിന് ശേഷം കുറച്ചൊന്ന് തണുത്ത് കഴിഞ്ഞാൽ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് 1/2 കപ്പ് വെള്ളവും ചേർത്ത് നന്നായി ഒന്ന് അരച്ചെടുക്കാം. കുക്കറിലെ വിസിലൊക്കെ പോയി കുറച്ചൊന്ന് തണുത്തതിന് ശേഷം കുക്കർ ഓപ്പൺ ചെയ്ത് നോക്കാം. കടലയൊക്കെ വെന്ത് വന്നിട്ടുണ്ടാകും. ഇനി ഇതിലേക്ക് അരപ്പ് ചേർത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഗ്രേവിക്ക് അനുസരിച്ച് വെള്ളം കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം. നന്നായി തിളച്ചു വന്നതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് മൂടി വെക്കാം. ഇനി താളിച്ചിട്ട് കൊടുക്കാനായിട്ട് ചെറിയ കടായി അടുപ്പത്ത് വെച്ച് 1 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുത്ത് 1 ടീസ്പൂൺ കടുകും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇടിയപ്പം തയ്യാറാക്കാനായിട്ട് ഇതുപോലുള്ള ഒരു പാത്രം അടുപ്പത്ത് വെച്ച് 3 കപ്പ് വെള്ളവും 1 ടീസ്പൂൺ ഉപ്പും 1 ടേബിൾ സ്പൂൺ ഓയിലും ചേർത്ത് കൊടുക്കാം. ഡബിൾ ഓട്സിൻ്റെ ഇടിയപ്പ പൊടി കൊണ്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. തിളച്ചു വന്നതിന് ശേഷം 1/2 കപ്പ് പൊടി കൂടി ചേർത്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് നന്നായി ഒന്ന് മിക്സാക്കി എടുക്കാം. നന്നായി മിക്സാക്കി എടുത്തതിന് ശേഷം വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായി കുഴച്ചെടുക്കണം. ചൂടോടെ തന്നെ കുഴച്ചെടുക്കണം. ഇതിനായിട്ട് ഒരു പാത്രത്തിൽ പച്ചവെള്ളം എടുത്തു വെച്ച് അതിൽ മുക്കി കുഴച്ചെടുത്താൽ മതി. എന്നാൽ ഈസി ആയിട്ട് കുഴക്കാൻ പറ്റും. സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ വലിയ ബോൾസാക്കി എടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കുഴച്ചെടുക്കണം. അല്ലെങ്കിൽ ഇടിയപ്പം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇങ്ങനെ പൊട്ടി പോകാൻ സാധ്യതയുണ്ട്. നല്ല നൈസായി കുഴച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇടിയപ്പം തന്നെ തയ്യാറായി കിട്ടും. വെള്ളം നന്നായി തിളപ്പിച്ചതിന് ശേഷം മാത്രം പൊടിയിട്ട് കൊടുക്കണം. 2 കപ്പ് പൊടിക്ക് 4 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇരട്ടി വെള്ളം എന്ന കണക്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇടിയപ്പ പാത്രത്തിലേക്ക് 1/4 ഭാഗം വെള്ളം ചേർത്ത് കൊടുത്ത് അടുപ്പത്തോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഉണ്ടാക്കാനുള്ള തട്ടിലേക്ക് ജസ്റ്റ് ഒന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂണോളം തേങ്ങ ഇതുപോലെ വിതറി കൊടുക്കാം. തേങ്ങ വേണ്ടാന്നുണ്ടെങ്കിൽ ഒഴിവാക്കാവുന്നതേ ഉള്ളൂ. ഇനി ഇടിയപ്പത്തിൻ്റെ അച്ചിലേക്ക് മാവ് ചേർത്ത് കൊടുക്കാം. എൻ്റെ അടുത്ത് ഇതുപോലെ താഴ്ഭാഗത്ത് ഓപ്പൺ ആകുന്ന വിധത്തിലുള്ള അച്ചാണ് ഉള്ളത്. ഇനി ഇതിലേക്ക് ജസ്റ്റ് ഒന്ന് എണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് മാവ് നിറച്ച് അടച്ചു വെച്ച് പിഴഞ്ഞെടുക്കാം. എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. എന്നാലും ഓരോരുത്തരടുത്തും ഓരോ തരത്തിലുള്ള അച്ചാണ് ഉണ്ടാവുക. ഇനി നല്ല റൗണ്ടായിട്ട് തന്നെ പിഴിഞ്ഞെടുക്കാം. അതേപോലെ തന്നെ 3 തട്ടിലേക്കും ഇതുപോലെ തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇനി വെള്ളം തിളച്ച് വന്നതിലേക്ക് ഇതുകൂടി ഇറക്കി വെച്ച് ഒരു 15 മിനിറ്റ് മാത്രം വേവിച്ചെടുത്താൽ മതി. അപ്പോഴത്തേക്ക് റെഡി ആയിട്ടുണ്ടാവും. വേഗം തന്നെ അടർന്നു വരികയും ചെയ്യും. അതുകൊണ്ട് വേഗത്തിൽ നമ്മൾക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. ഒരു തരി പോലും ഇതിലേക്ക് ഒട്ടിപ്പിടിക്കുകയേ ചെയ്യുകയില്ല. അതുകൊണ്ട് വേഗത്തിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. ഉണ്ടാക്കി വെച്ച അതുപോലെ തന്നെ രാത്രി വരെ സോഫ്റ്റ് ആയിട്ട് ഉണ്ടാവുന്നത് കൊണ്ട് എവിടെയെങ്കിലും പോവാനിരിക്കുമ്പോൾ രാവിലെ തന്നെ തയ്യാറാക്കി വെക്കാവുന്നതുമാണ്. അതുപോലെ തന്നെ ഈ റെസിപ്പി വെച്ച് കടലക്കറി ഉണ്ടാക്കി നോക്കണം. അപാര ടേസ്റ്റാണ്. എന്തായാലും ട്രൈ ചെയ്ത് ഉണ്ടാക്കി നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം.